ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ശ്രീജിത്ത്. വെൽക്കം ടു എജുബി. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ SBI നോട്ടിഫിക്കേഷൻ ഇതാ വന്നിരിക്കുന്നു. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ഹ്യൂജ് നമ്പർ ഓഫ് വേക്കൻസിയാണ്. അപ്പോൾ നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസിലോട്ടും നമുക്ക് എന്നാണ് അപ്ലൈ ചെയ്യേണ്ടത്, എത്ര വേക്കൻസി ഉണ്ട്, എത്ര കട്ട് ഓഫ് വരും എന്നുള്ള കാര്യത്തിലോട്ടൊക്കെ നമുക്കൊന്ന് പോവാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് 17/12/2024 തൊട്ട് 7/1 17/12/2024 തൊട്ട് 7/1/2025 വരെയാണ് നിങ്ങൾക്കുള്ള ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത്. അപ്പോൾ മാക്സിമം ഉടനെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകുക. കാരണം നമുക്ക് സൈറ്റ് ഒക്കെ ഹാങ് ആവുന്നത് കൊണ്ട് SBIയുടെ സൈറ്റാണ് അത്. നമുക്ക് റിസൾട്ടിന്റെ സമയത്ത് വരെ നിങ്ങൾക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സൈറ്റാണ്. അതുകൊണ്ട് ഉടൻ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാരണം നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ഹ്യൂജ് നമ്പർ ഓഫ് വേക്കൻസിയാണ്. ഞാൻ വേക്കൻസിയുടെ കാര്യം നിങ്ങൾക്ക് ഉടനെ തന്നെ പറയാം. അതൊരു സസ്പെൻസ് ആണ്. കാരണം നിങ്ങൾക്ക് കഴിഞ്ഞ തവണത്തെക്കാട്ടിലും വളരെ അധികം വേക്കൻസിയാണ് നിങ്ങളുടെ SBI ഇപ്രാവശ്യം നിങ്ങളെ കാത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേക്കൻസി കാര്യത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് വേക്കൻസിയിലോട്ട് ഒന്ന് പോവാം. ഇതാണ് നമ്മുടെ ഇതാ നമ്മുടെ കിടക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ വേക്കൻസി കിടക്കുകയാണ്. കേരളത്തിന് ഇത്തവണ നമുക്ക് 426 വേക്കൻസി നിങ്ങൾക്ക് ഇത്തവണ നിങ്ങൾക്ക് SBIയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും 47 വേക്കൻസിയാണ് 2023 നിങ്ങൾക്ക് SBI വിളിച്ചത്. പക്ഷേ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 10 ഇരട്ടി വേക്കൻസി നിങ്ങൾക്ക് അധികം നിങ്ങൾക്ക് SBIയിൽ നിന്ന് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ടോട്ടൽ മൊത്തം നിങ്ങൾക്ക് 13,735 വേക്കൻസിയാണ് നിങ്ങൾക്ക് ഇത്തവണ നിങ്ങളെ SBI കാത്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് അറിയാം, ഒരു 8,000 സംതിങ് വേക്കൻസി മാത്രമായിരുന്നു നിങ്ങളുടെ SBI വിളിച്ചിരുന്നത്. കാരണം അവിടെ നമുക്കൊരു നല്ലൊരു ഇൻക്രീസ്, ഒരു 5,000 വേക്കൻസി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കൂടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെന്നൈ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഒരു 336 വേക്കൻസി ചെന്നൈയിൽ കാത്തിരിപ്പുണ്ട്. 336 വേക്കൻസിയാണ് ടോട്ടൽ ചെന്നൈയിൽ, തമിഴ്നാട് മാത്രം ഓപ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഉള്ളത്. അതേപോലെ തന്നെ നമുക്ക് ബാംഗ്ലൂരു കർണാടക നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ടോട്ടൽ എവിടെയാ കർണാടക 50 വേക്കൻസിയാണ് നിങ്ങൾക്ക് ടോട്ടൽ കർണാടകയിൽ മാത്രമായിട്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടിയും വളരെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇത്തിരി വേക്കൻസി കൂടുതലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് അവിടെ കുറവായിരുന്നു കാണും. പക്ഷേ ഇപ്രാവശ്യം അവിടെ വേക്കൻസി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കട്ട് ഓഫ് വളരെ അധികം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്നവർ മാക്സിമം കേരളത്തിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. കാരണം നമുക്കൊരു വലിയ വേക്കൻസി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കട്ട് ഓഫും വലിയ പ്രശ്നമായിട്ടൊന്നും വരില്ല. വളരെ ചെറുതായിരിക്കും. നമുക്ക് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ വേക്കൻസി ഒക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് അങ്ങ് പോവാം. അപ്പോ നമുക്ക് വേക്കൻസിയിലോട്ട് പോവുകയാണെങ്കിൽ അടുത്ത് നിൽക്കുള്ളത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ 20 വയസ്സിന് മേലെയുള്ളവരും 28 വയസ്സിൽ താഴെയുള്ളവരും ആയിരിക്കണം നിങ്ങളുടെ പ്രായം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ അവര് 2/4/1996 ശേഷം ജനിച്ചവരായിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ഏജ് റിലാക്സേഷൻ വരുമ്പോൾ SC/ST-കാർക്ക് ഒരു 5 years റിലാക്സേഷൻ വരുന്നുണ്ട്. അതുപോലെ OBC-കാർക്ക് ഒരു 3 years, നമ്മുടെ EWS-ന് ഒരു 10 years റിലാക്സേഷൻ നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് OBC-കാർക്കൊക്കെ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യത്തിന് സമയമൊക്കെ വേണം നമുക്ക് പഠിക്കാനായിട്ട്.
അടുത്ത ഏതാ നോട്ടിഫിക്കേഷനിലോട്ട് പോകുമ്പോൾ ഓക്കെ. അപ്പോൾ ഇത് നിങ്ങളുടെ സെലക്ഷൻ പ്രൊസീജിയറാണ്, നമ്മുടെ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയറാണ്. ടോട്ടൽ നിങ്ങൾക്ക് പ്രിലിംസ് വരുമ്പോൾ ടോട്ടൽ 1 hour ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 100 മാർക്ക് 1 hourന്റെ എക്സാം. ഓക്കെ. അതിൽ കാറ്റഗറി വൈസ് വരുമ്പോൾ ഇംഗ്ലീഷ് ഒരു 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നിങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ട് ഒരു 20 minutes ആയിരിക്കും നിങ്ങൾക്കുള്ള ടൈമിങ്. അതേപോലെ തന്നെ ന്യൂമറിക്കൽ എബിലിറ്റിക്ക് നിങ്ങൾക്ക് അതേപോലെ 20 minutes വെച്ചായിരിക്കും നിങ്ങൾക്ക് ഓരോന്നിനുമുള്ള ടൈമിംഗ് എന്ന് പറയുക. ഓക്കെ. കാരണം സെക്ഷൻ ടൈമിംഗ് ഉണ്ട്. 20 minute കൊണ്ട് 35 ചോദ്യം അറ്റൻഡ് ചെയ്യുക, അതായിരിക്കും നമ്മുടെ ലക്ഷ്യം. ഓക്കെ. നമ്മൾ എന്തായാലും നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളെല്ലാം നിങ്ങൾക്ക് അതിന് വേണ്ടി നിന്നും കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ 30+ സ്കോർ ചെയ്യാനായിട്ട് SBI ക്ലർക്ക് പോലെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവിന് 30+ സ്കോർ ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങളെല്ലാം നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഓക്കെ, മെയിൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ മൊത്തം 2 മണിക്കൂർ 40 മിനിറ്റിന്റെ എക്സാം ആയിരിക്കും നിങ്ങൾക്ക് ടോട്ടൽ ഉണ്ടാവുക. ടോട്ടൽ 200 മാർക്കിനായിരിക്കും 190 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇവിടെ മാത്സ് റീസണിങ് അവർക്ക് 2 പേർക്കും ടോട്ടൽ 50 ക്വസ്റ്റ്യൻസും ഓക്കെ 50 ക്വസ്റ്റ്യൻസ് അതുപോലെ 50 മാർക്സ്. അതേപോലെ തന്നെ നമ്മുടെ റീസണിങ്ങിന് 50 ക്വസ്റ്റ്യൻസും 60 മാർക്ക് ആയിരിക്കും നിങ്ങൾക്കുള്ള എക്സാം. ഓക്കെ. കാരണം നമുക്ക് ചില ചോദ്യങ്ങൾക്ക് 1 കൂടുതൽ മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 10 ചോദ്യം അറ്റൻഡ് ചെയ്താൽ പോലും നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടാനുള്ള നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് നമ്മുടെ SBI ക്ലർക്ക് എന്ന് പറയുന്ന എക്സാം. അപ്പോൾ നിങ്ങളുടെ എക്സാം ഡേറ്റിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ പ്രിലിമിനറി എക്സാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടത് ഓക്കെ ടെന്റേറ്റീവ്ലി ഓൺ ഫെബ്രുവരി. അപ്പോൾ നിങ്ങൾക്ക് ഫെബ്രുവരിയിലായിരിക്കും നിങ്ങളുടെ പ്രിലിമിനറി എക്സാം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മെയിൻസ് എക്സാം ഏതാണ്ട് നിങ്ങൾക്കൊരു മാർച്ച് ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആയിരിക്കും നിങ്ങളുടെ മെയിൻ എക്സാം ഉണ്ടായിരിക്കുക. ഓക്കെ. അപ്പോൾ നോട്ടിഫിക്കേഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി ഓക്കെ നമ്മുടെ എക്സാം ഫീസ് വരുന്നത് ജനറലുകാർക്കും OBC-കാർക്കും EWS-നായാലും നിങ്ങൾക്ക് 750 rupees ആണ് നിങ്ങളുടെ എക്സാം ഫീസ് ആയിട്ട് വരിക. ഓക്കെ. ഓക്കെ. അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് എന്തായാലും SBIയുടെ സൈറ്റിലാണ് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത്. കാരണം നമ്മൾ IBPS-ന്റെ എക്സാം എല്ലാം അപ്ലൈ ചെയ്യുന്നവർക്ക് അറിയാം. കാരണം അത് IBPS-ന്റെ സെപ്പറേറ്റ് സൈറ്റില്ല. പക്ഷേ SBIന്റെ എക്സാം വരുമ്പോൾ അത് നിങ്ങൾക്ക് SBIന്റെ സൈറ്റിലായിരിക്കും. അവരുടെ കരിയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ കയറിയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ആരും തന്നെ ലേറ്റ് ആവാതെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. കാരണം നിങ്ങൾക്ക് സൈറ്റ് ഹാങ് ആവാനുള്ള IBPS സൈറ്റ് പോലെയല്ല SBIയുടെ സൈറ്റ്. കാരണം ആൾക്കാർ യൂസേഴ്സ് ഒരുപാടാണ്. അതുകൊണ്ട് സൈറ്റ് ഹാങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ പേ സ്കെയിലോട്ട് പോവുകയാണെങ്കിൽ ബേസിക് പേ ആയിട്ട് നമുക്ക് 26,730 rupees ആണ് നിങ്ങളുടെ ബേസിക് പേ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അലവൻസും ബാക്കിയെല്ലാം ചേർത്ത് 42,000 കിട്ടുമെന്നാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ കട്ട് ഓഫിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ SBI ക്ലർക്കിന്റെ കട്ട് ഓഫ് അറൌണ്ട് 76.25 എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ് ആണ്. വളരെ എക്സാം നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. 100 മാർക്കിന്റെ ക്വസ്റ്റിന് നിങ്ങൾക്ക് 80-85 എബോ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു എക്സാം ആയിരിക്കും. കാരണം അത് നമുക്ക് ഒരു 76.25 എന്ന് പറയുന്നത് വലിയ കട്ട് ഓഫ് ഒന്നും അല്ല. കാരണം നിങ്ങൾക്ക് 60 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 80+ സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്തായാലും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എന്തായാലും നമ്മൾ അത്തരത്തിൽ തരപ്പെടുത്തിയിരിക്കുന്ന ക്ലാസ്സുകളാണ്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒട്ടും ടൈമൊന്നും നമുക്ക് എടുക്കാത്ത രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് സെക്ഷനും അപ്പോൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകളും എല്ലാം നമുക്ക് എക്സാം സമയത്ത് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ കട്ട് ഓഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് 3 സെക്ഷൻ ആയിരിക്കും ടോട്ടലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക.
പ്രിലിംസിനാവുമ്പോൾ നിങ്ങൾക്ക് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് ഓരോന്നും 30 ഇംഗ്ലീഷിന് മാത്രമാണ് 30, ബാക്കി രണ്ടിനും 35 ആയിരിക്കും നിങ്ങൾക്കുള്ള സ്കോർ എന്ന് പറയുന്നത്. അതിന് 20 മിനിറ്റ്സ് ആയിരിക്കും. എല്ലാം നമുക്ക് സെക്ഷൻ ടൈമിംഗ് ഉണ്ട്. 3 സബ്ജക്ട്, 3നും 20 മിനിറ്റ്സ് ആയിരിക്കും. നമുക്ക് ഈ 20 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഏതാണ്ട് മാത്സ്, റീസണിങ് നമുക്ക് സുഖമായിട്ട് തന്നെ നമുക്ക് ഏതാണ്ട് 30+ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമുക്കുള്ള എന്തായാലും നമ്മൾ ക്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷനൊക്കെ എടുക്കുക. കാരണം നിങ്ങൾക്ക് ഇനിയും ഏതാണ്ട് പ്രിലിംസ് വരുമ്പോൾ ഏതാണ്ട് ഒരു ഫെബ്രുവരി ഒരു ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക് ഏതാണ്ടൊക്കെ ആവും. നമുക്ക് എന്തായാലും ഒരു 1.5 മാസം ഇനിയും സമയമുണ്ട്. നിങ്ങൾക്ക് ധാരാളമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരുപാട് സമയമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 1.5 മാസം സമയം കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് മോക്ക് ടെസ്റ്റുകളും അതുപോലെ കുറച്ച് പ്രാക്ടീസ് സെക്ഷനും, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റൻസീവ് കോച്ചിങ് ആയിരിക്കും നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1.5 മാസം കൊണ്ട് തന്നെ നമുക്ക് പ്രിലിംസ് കയറി പറ്റാനുള്ള എല്ലാ മാർഗവും നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ബാങ്കിങ് ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ 25 എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഗോൾഡൻ ഇയർ ആയിട്ട് തന്നെ ആയിരിക്കും. കാരണം 427 വേക്കൻസി നിങ്ങൾക്ക് ഇപ്രാവശ്യം തന്നെ ഉണ്ട്. കാരണം ഒരു 10 ഇരട്ടിയോളം വേക്കൻസി നിങ്ങൾക്ക് വരെയാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യുക. ഇനി ഒരു 1.5 മാസം നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന സമയമുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ പോയാലും നമുക്ക് പ്രിലിംസ് ഒക്കെ എങ്ങനെ പോയാലും നമുക്കൊന്ന് പാസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർ ഇന്ന് തന്നെ എക്സാം അപ്ലൈ ചെയ്യുക. ഇന്ന് തന്നെ പ്രാക്ടീസ് തുടങ്ങുക. നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. നമ്പർ വേണ്ടവർക്ക് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, എല്ലാവരും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഐ ആം സൈനിങ് ഓഫ്. താങ്ക് യു.